അമേരിക്ക ഇറാൻ ചർച്ച ഫെയിലിയർ ആയ കാര്യം നമുക്കറിയാം. ആ ചർച്ച ഫെയിലിയർ ആയതിനെ തുടർന്ന് അമേരിക്ക ഹോർമൂസ് കടലെടുക്ക് ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ബ്ലോക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 2 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. സെൻകോം പറയുന്നതനുസരിച്ച് പൂർണ്ണമായും ബ്ലോക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാൻ അവരുടെ ഏറ്റവും വലിയ വജ്രായുധം എന്ന നിലയിലാണ് ഹോർമൂസ് കടലെടുക്ക് അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് എന്താണ്? അതേ നാണയത്തിൽ തന്നെ അമേരിക്ക അവരെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹോർമൂസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് താഴിന് മീതെ താഴിട്ട് പൂട്ടി എന്ന അവസ്ഥയിലാണ് ഇറാന്റെ ഹോർമൂസ് കടൽ ഇപ്പോൾ. അതായത് മുകളിലെ താഴ് ആരുടെ കയ്യിലിരിക്കുന്നോ അവരാണ് തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുക. ഇവിടെ അത് നമുക്കറിയാവുന്ന പോലെ അമേരിക്കയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ന്യൂസ്, ചൈനയുടെ റിച്ച് സ്റ്റാറിംഗ് എന്ന് പറഞ്ഞ കപ്പൽ ഹോർമൂസ് കടന്നു പോയി എന്നതാണ്. അമേരിക്കക്ക് ഈ കപ്പലിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് അമേരിക്ക ചൈനയെ ഭയക്കുന്നതുകൊണ്ടാണ് എന്നെല്ലാം ന്യൂസുകളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈനയുടെ കപ്പല് ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ US-ന്റെ ഉപരോധം കാരണം ആ കപ്പലിന് ഹോർമൂസിന്റെ എൻട്രൻസ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി സാധിക്കുകയില്ല. സാധിക്കണമെങ്കിൽ അമേരിക്ക തന്നെ ഇവിടെ വിചാരിക്കണം. അതുപോലെ അമേരിക്കൻ നേവിയുടെ വാണിംഗ് കിട്ടിയോണ്ട് ഈ പറഞ്ഞ ചൈനയുടെ കപ്പൽ ഇപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കപ്പൽ കൂടാതെ ഹോർമൂസ് കടന്ന ഏകദേശം 8ഓളം കപ്പലുകളെ അമേരിക്ക ഇതിനകം തന്നെ, അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തിരിച്ചയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ മീഡിയാസിൽ ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കില്ല. അവർ ഹോർമൂസ് കടലെടുക്ക് കടന്ന് കപ്പലുകൾ പോയത് മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ പോയ വേഗതയിൽ തന്നെ ഈ കപ്പലുകളെല്ലാം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം തന്നെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. ചൈനയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ച് ഹോർമൂസ് അടച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലേക്കുള്ള എണ്ണയുടെ ഇറക്കുമതി വലിയ പ്രോബ്ലത്തിലാവും സ്വാഭാവികമായിട്ട്. പ്രത്യേകിച്ച് ചൈനയിലേക്കുള്ള എണ്ണയുടെ 13% അവർ പർച്ചേസ് ചെയ്യുന്നത് ഇറാന്റെ കയ്യിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇറാന്റെ എല്ലാ പോർട്ടുകളും അമേരിക്ക ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൈനയേക്കാൾ കൂടുതൽ പ്രശ്നം ഇറാൻ ഇവിടെ അനുഭവിക്കും. കാരണം ചൈന അവരുടെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 13% മാത്രമാണ് ഇറാന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതവർക്ക് വേണമെങ്കിൽ ഇറാന്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. റഷ്യ ഓൾറെഡി ചൈനയെ വെൽക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണ വേണമെങ്കിലും റഷ്യയുടെ കയ്യിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇറാന് കിട്ടിയിരിക്കുന്ന ഈ ഉപരോധം അവരെ പ്രശ്നത്തിലാക്കും. കാരണം ഇറാന്റെ 90% എണ്ണയും കയറ്റുമതി ചെയ്യുന്നത് എങ്ങോട്ടാണ്? ചൈനയിലേക്കാണ്. ഹോർമൂസ് അടച്ചിട്ടാൽ ഏകദേശം ഒരു ദിവസം 235 മുതൽ 250 മില്യൺ US ഡോളറിന്റെ പെർ ഡേ നഷ്ടമാണ് ഇറാൻ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇറാൻ എന്ന രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എത്ര സമ്പന്നതയിൽ ജീവിക്കേണ്ട ആളുകളാണെന്ന്. കാരണം ഇറാന്റെ കയ്യിലുള്ളത്ര പോലെ എണ്ണ ഇല്ലാത്ത സൗദി അറേബ്യയും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം അവർക്ക് കിട്ടിയ എണ്ണപ്പണം കൊണ്ട് അവരുടെ എക്കണോമി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു. അവരുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നല്ലൊരു പെർ ക്യാപിറ്റ ഇൻകം അതുവഴി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇറാൻ ചെയ്തത് അവർക്ക് കിട്ടിയ ഈ സമ്പത്ത് മുഴുവൻ ലോകം മുഴുവൻ ഭീകരവാദം പടർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഇവിടെ ഇറാന്റെ 90% എണ്ണ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ വലിയ ബുദ്ധിമുട്ടിലാകും സ്വാഭാവികമായിട്ട്. അതുപോലെ തന്നെയാണ് ഈ രീതിയിൽ ബ്ലോക്കേഡ് പോവുകയാണെങ്കിൽ 1 മാസം പോലും ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. ഇത് തന്നെയാണ് അമേരിക്കയുടെ ഉദ്ദേശം. ഇറാനെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക. IRGC വെളിപ്പെടുത്തിയ പ്രകാരം ഇറാനിൽ അവരുടെ പോർട്ടുകൾ ബ്ലോക്ക് ചെയ്താലും കരമാർഗം എണ്ണ കയറ്റുമതി ചെയ്തിട്ട് വേറെ മാർഗങ്ങൾ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പരിധി വരെ ശരിയുണ്ട്. കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്ന ചർച്ചയുടെ ഇടയിൽ ഇറാൻ പാകിസ്ഥാനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ ബോർഡറിന്റെ ഉള്ളിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എണ്ണ എത്തിക്കാനായിട്ട് ഇറാൻ സാധിക്കും. പക്ഷേ അതൊരു ദിവസം 50 മില്യൺ US ഡോളറിന്റെ എണ്ണ മാത്രമേ കരമാർഗത്തിലൂടെ ഇറാന് ഈ രീതിയിൽ കടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാന്റെ കഞ്ഞുകൂടി മുട്ടുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസിൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇറാന്റെ 90% എക്കണോമി നിലനിൽക്കുന്നത് എണ്ണയിലും ഗ്യാസിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണോ എന്നറിയില്ല, വീണ്ടും ഒരു നെഗോസിയേഷനെ കുറിച്ച് വാർത്തകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ട്രംപിനോട് പത്രക്കാർ ചോദിച്ചു, 22-ാം തീയതി സീസ് ഫയർ 22-ാം തീയതിക്ക് ശേഷം സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്ന്. ട്രംപ് പറഞ്ഞു സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രംപിന്റെ ഈ വാക്കുകൾ ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സൂചനയായിട്ടാണ് എല്ലാവരും ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ പാകിസ്ഥാനിൽ വെച്ച് അല്ലെങ്കിൽ ജനീവയിൽ വെച്ച് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. നാളെ അദ്ദേഹം ഖത്തറിലും അതുപോലെ നാളെ തന്നെ ടർക്കിയിലേക്കും വിസിറ്റ് നടത്തുന്നുണ്ട്. ഇതെല്ലാം നെഗോസിയേഷന്റെ ഭാഗമായിട്ടുള്ള വിസിറ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിട്ട് ഏകദേശം 40 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തിയെന്ന ന്യൂസ് പുറത്തേക്ക് ഇപ്പോൾ വരുന്നുണ്ട്.
ഈ 40 മിനിറ്റ് സംഭാഷണം വളരെ ഗൗരവമേറിയ സംഭാഷണം തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇവരുടെ ഓരോ മിനിറ്റിനും വലിയ വിലയുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ലി ടോക്കല്ല നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അമേരിക്ക ഇറാൻ യുദ്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കാനുള്ള സാധ്യത ഇവിടെ. ഇറാൻ വിഷയത്തിൽ ഇന്നലെ റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. വേണമെങ്കിൽ ഞങ്ങൾ ഇറാന്റെ യുറേനിയം കൈവശം സൂക്ഷിക്കാമെന്ന്. ഇത് പലതവണ വന്നിട്ടുള്ള പ്രൊപ്പോസലാണ്. യുദ്ധത്തിന് മുന്നേ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രൊപ്പോസൽ കടന്നു വന്നിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു വിശ്വസ്ത സുഹൃത്താണ് റഷ്യ എന്ന് പറയുമ്പോൾ. പക്ഷെ ഒരു കാര്യം, അമേരിക്ക ഈ ഒരു പ്രൊപ്പോസൽ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ റഷ്യ ഈ പ്രൊപ്പോസലിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ ഇവിടെ വളരെ നിർണായകരമായിരിക്കും. കാരണം ഇന്ത്യയും ഇറാനുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എല്ലാം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ന്യൂക്ലിയർ വേസ്റ്റ് റിക്കവർ ചെയ്ത് റഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു മീഡിയേഷൻ അതിൽ ആവശ്യമായി വരും. കാരണം ഇന്ന് ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് പല രാജ്യങ്ങളും കാണുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ട്രംപ് ഇവിടെ ഇന്ത്യയുടെ ഒരു സഹായം തേടിയതാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന ഊഹങ്ങൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് സൈനിങ് ഓഫ്, സാംസി സോജി.